ഇന്ത്യയിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രത്തോളമുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞിട്ട് വേണ്ട ഞങ്ങൾക്കത് മനസ്സിലാക്കാൻ. കേരളത്തിൻ്റെ കുതിപ്പ് കണ്ട് അറമ്പൂണ്ട് വാശിയേറി കേരളം പിടിക്കാനായി കുതിച്ചിറങ്ങിയിരിക്കുകയാണ് BJP അധ്യക്ഷൻ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നിങ്ങളൊന്ന് കേൾക്കണം. കോർപ്പറേഷൻ പിടിക്കുവാനുള്ള രാഷ്ട്രീയ കുതന്ത്രവുമായിട്ടാണ് അദ്ദേഹം ഇറങ്ങിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടിട്ട് അടുത്തതിലോട്ട് നമുക്ക് പോവാം. ഒരു അവസരം തന്നാൽ എന്റെ ഉറപ്പ്, BJP എന്റെ ഉറപ്പ്, ആദ്യത്തെ 45 ദിവസത്തിൽ തിരുവനന്തപുരത്തിനെ രാജ്യത്തിൽ നമ്പർ 1 നഗരമാക്കാൻ 5 കൊല്ലത്തിന്റെ ബ്ലൂ പ്രിന്റ് ഞങ്ങൾ ഇവിടെ മുമ്പോട്ട്. ഇന്ത്യ മൊത്തവും കട്ടുമുടിച്ചിട്ട് കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുത്തിട്ടും ഇന്ത്യ ഇത്രത്തോളം നിലയിൽ കൊണ്ടാക്കിയിട്ടും ഇന്നിവർ പറയുകയാണ് കേരളം നമ്പർ 1 ആക്കിത്തരാമെന്ന്. കേരളം നമ്പർ 1 ആയ വിഷയമൊന്നും നിങ്ങൾ അറിഞ്ഞില്ലേ BJP അധ്യക്ഷൻ? കോർപ്പറേഷൻ നിങ്ങൾ അധികാരത്തിൽ വന്നാൽ എന്ത് ഉദ്ദേശത്തിലാണ് നിങ്ങൾ പറഞ്ഞത്? നരേന്ദ്രമോദിജിയെ കൊണ്ടുവന്ന് 45 ദിവസത്തിനുള്ളിൽ കേരളം നമ്പർ 1 ആകുവാനുള്ള ബജറ്റ് തയ്യാറാക്കുമെന്ന്. നിങ്ങൾ അതിനു മുമ്പ് നിങ്ങളുടെ ചരിത്രം എന്താണെന്ന് ജനങ്ങൾക്കറിയുമോ? ആ ചരിത്രത്തിലോട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത്. റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. കർണാടകയിലെ സർക്കാർ ഭൂമി മറിച്ചുവിറ്റ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ 175 ഏക്കർ ഭൂമി മറിച്ചുവിറ്റ് 313 കോടിയുടെ തട്ടിപ്പ് നടത്തിയെന്നാണ് പരാതി. BPL ഇന്ത്യ ലിമിറ്റഡിന് വ്യാവസായിക ആവശ്യത്തിന് അനുവദിച്ച കൃഷിഭൂമിയാണ് മറിച്ചുവിറ്റത്. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. ഇവരോ വർഗീയ പാർട്ടിയാണ്, ഇവരോ അങ്ങനെ ആയിപ്പോയി, ഇവരുടെ കയ്യിൽ കൊടുത്ത് ഇങ്ങനെയായി. എന്നാൽ മറ്റൊരു കൂട്ടരുടെ കയ്യിൽ കൊടുക്കാമെന്ന് വെച്ചാൽ എന്താണ് അവസ്ഥയെന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്ക്. അന്ന് CPMന്റെ ഒരു മുദ്രാവാക്യമുണ്ട്. 57-ൽ EMS, 67-ൽ EMS, 77-ലും EMS. അതിന് സമാനമായ മുദ്രാവാക്യമാണ് പിണറായി 3. 77-ൽ സംഭവിച്ചു തന്നെ സംഭവിക്കും. UDF 100-ലധികം സീറ്റോടുകൂടി ഈ പ്രാവശ്യം തിരിച്ചു വരും. UDF അധികാരത്തിൽ വന്നാൽ ലൈഫ് മിഷൻ പിരിച്ചുവിടുമെന്ന് MM ഹസൻ. ഞങ്ങൾ UDFയുടെ അധികാരത്തിൽ വന്നാൽ ലൈഫ് മിഷൻ ഉൾപ്പെടെ ഉപപ്പെടുത്തിയ ഈ 4 മിഷനുകൾ ഞങ്ങൾ പിരിച്ചുവിടും. ഇത്രത്തോളം കള്ളങ്ങളും കുപ്രചരണങ്ങളും വിവാദങ്ങളും ഉണ്ടാക്കിയിട്ട് ഈ പ്രസ്ഥാനത്തിനെതിരെ നിങ്ങൾക്കൊരു ഇഞ്ച് പോലും ചലിക്കുവാനാകുന്നില്ലെങ്കിൽ എനിക്കൊന്നേ പറയാനുള്ളൂ, ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല. നിങ്ങൾ എത്രത്തോളം തള്ളിക്കളഞ്ഞാലും ഈ പ്രസ്ഥാനത്തെ നെഞ്ചിൽ ചേർത്ത് പിടിക്കാൻ കേരള ജനത ഉള്ളിടത്തോളം കാലം നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കൂല. ഒന്നേ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ, മടിയിൽ കനമുള്ളവനെ ഭയക്കേണ്ടതായി ആവശ്യമുള്ളൂ. കൈയില്ല, കാലില്ല, കണ്ണില്ല, മൂക്കില്ല. എന്നെ സംബന്ധിച്ചൊക്കെ പറയണ ഒത്തിരി രോഗങ്ങൾ കടിമയാണ്. ആ രോഗങ്ങൾ കടിമയുള്ള ഞാൻ 10 പൈസ അതേ സാധനമില്ലാതെ ഓടിപ്പോയി എടുക്കുന്നത്, തെറ്റിമിട്ടെടുക്കുന്നത്. ഈ മനുഷ്യനുണ്ടാകും ഏതൊരു ഭരണം കയറിയാലും കിട്ടത്തില്ല. അത് തറച്ച് ഞാൻ പറയുന്നു. പിണറായി വിജയന്റെ ചങ്കൂറ്റം പോലെ ഒരുത്തർക്കുമില്ല. ഈ UDF തകർക്കാനായിട്ട് നോക്കുന്ന പല അവസരങ്ങളും ആ മനുഷ്യനത് ബുദ്ധിപൂർവ്വം കണ്ട് പുള്ളി നടപ്പിലാക്കുവാണ്. പുള്ളിയുടെ അടുത്ത് പോയി ലക്ഷണം വെച്ച് പഠിച്ച് പഠനം കണ്ടിട്ട് വേണം ഇവനൊക്കെ ഇറങ്ങിത്തിരിക്കാൻ. 18 മാസം ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം. എന്റെ പിണറായി സാറ് ഒന്നിക്കാം. പറ. ഞാൻ BJPക്കാരനാ. പിണറായി സാർ വീണ്ടും ഒരാഴ്ച വരണം. ഞങ്ങളുടെ 2500 രൂപ ഞങ്ങൾക്ക് തരണം. 2500 രൂപ, 600 രൂപ, 3600 കിട്ടിയില്ല. ഇപ്പൊ എത്ര? 3600 കിട്ടിയതിന്റെ സന്തോഷം പങ്കിടുകയാണ്. ഈ സന്തോഷം നമുക്ക് ഇലക്ഷനിൽ കൂടി നമ്മുടെ സന്തോഷം വീണ്ടും അറിയിക്കണം. അത് കണ്ണൂര് വല്ലേ മോനെ. അത് ആരാ ഭരിക്കുന്ന നോക്കണ്ടേ? പിണറായി വിജയനെ എല്ലായിടത്തും നമ്മൾ ചോപ്പാ ജയിക്കുക. ആ നീന്ന് മലക്കൊട്ടാരം കണ്ടിനാ കൊറേ ആള് വന്നിട്ട് നമ്മളെ പേടിപ്പിച്ചു. ജയിച്ചില്ലേ ആടെ നമ്മള്? രാഹുൽ കൂട്ടം വന്നാലും ഏത് കൂട്ടം വന്നാലും പിണറായിയാ വഹിക്കുന്നേ. എന്താ പെൻഷന് 3500 കൊടുത്ത് വാങ്ങിയിട്ട് ഉമ്മ കൊടുക്കുന്നു. പിന്നെന്താ രാഷ്ട്രീയത്തിനപ്പുറം അതിൽ ഭരണപ്രതിപക്ഷമില്ലാതെ ഇപ്പം മുഖ്യമന്ത്രി തന്നെ 2-3 തവണ വിളിച്ച് വിവരം അന്വേഷിക്കുന്നുണ്ട്. ഞാൻ പിന്നെ ICUലാണ്. അപ്പം എൻ്റെ
കുടുംബാംഗങ്ങളെ വിളിച്ചിട്ട് വിവരം അന്വേഷിക്കുന്നുണ്ട്. അവിടെ രാഷ്ട്രീയത്തിനപ്പുറം നമ്മൾ ഈ രാഷ്ട്രീയമൊക്കെ പറയുന്നുണ്ടെങ്കിലും അവർ അതിനപ്പുറം ഒരു മനുഷ്യനായി എന്നെ പരിഗണിച്ചു എന്ന് പറയുന്നതാണ് എനിക്ക് ഇതിൽ നിന്നും തിരിച്ചറിയാൻ പറ്റിയ ഏക പാഠം. അതൊരു വലിയ പാഠമാണ്. പിന്നെ തീർച്ചയായിട്ടും. കാരണം നമ്മൾ അതിനുശേഷം ഞാൻ ആലോചിച്ചു, പിന്നെ നമ്മൾ രാഷ്ട്രീയം പറയാം, പക്ഷേ നിങ്ങൾക്കൊരു ഉപദേശം തരാം. ഒരു കാലത്തും നിങ്ങൾ അയാളെ എതിർത്ത് നിൽക്കാൻ പോകരുത് സാർ.